രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ വീണ്ടും ഒരു പരമ്പര നേട്ടം ആഘോഷിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പരയിൽ 3-0 തൂത്തുവാരിയാണ് ഇന്ത്യ ആ ഒരു മികവ് പ്രകടിപ്പിച്ചത്. അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള തയ്യാറെടുപ്പും ഇതോടെ ഇന്ത്യ ഗംഭീരമാക്കിയിട്ടുണ്ട്. നായകൻ രോഹിത്തിനും മുൻ ക്യാപ്റ്റൻ സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലിക്കും വ്യക്തിപരമായി സന്തോഷിക്കാൻ വക നൽകുന്ന ഏകദിന പരമ്പര കൂടിയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ഉള്ളത്. മോശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഇരുവരും മികച്ച ചില ഇന്നിങ്സുകളുമായി താളം കണ്ടെത്തി കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് 3 മത്സരത്തിൽ ഒരെണ്ണമെങ്കിലും തിളങ്ങിയാൽ മതിയായിരുന്നു. അത് തന്നെയാണ്. 3 മത്സരത്തിൽ നിന്നും രണ്ടുപേരും ഓരോ മത്സരങ്ങളിൽ തിളങ്ങി അവരുടെ പേര് വീണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പരമ്പരയിലെ അവസാന മത്സരത്തിനിടെയുള്ള രസകരമായ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇംഗ്ലണ്ടിന്റെ ഇന്നിങ്സിനിടെ രോഹിത്തിന് ചില തന്ത്രങ്ങൾ ഉപദേശിക്കാൻ കോഹ്ലി എത്തിയതും ഇതിനുശേഷം സംഭവിച്ചതുമാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുക. ഇതെന്തായിരുന്നു എന്ന് വിശദമായി നോക്കാം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന അവസാന മത്സരത്തിൽ 357 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ചത്. പക്ഷേ വൻ ബാറ്റിംഗ് തകർച്ച നേരിട്ട ജോസ് ബട്ട്ലറും സംഘവും 34.2 ഓവറിൽ വെറും 214 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ റൺ ചേസിലെ 20ാം ഓവറിന് തൊട്ട് മുൻപായിരുന്നു രസകരമായ ഒരു സംഭവം. ഇംഗ്ലണ്ട് അപ്പോൾ 3 വിക്കറ്റിന് 129 റൺസ് എന്ന നിലയിലായിരുന്നു. 22 റൺസുമായി ജോ റൂട്ടും 1 റണ്ണെടുത്ത ഹാരി ബ്രൂക്കുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. അക്ഷർ പട്ടേലാണ് 19ാം ഓവർ ബോൾ ചെയ്തത്. ഈ ഓവർ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് രോഹിത്തിന് അടുത്തേക്ക് ഓടിയെത്തിയ കോഹ്ലി ചില നിർദ്ദേശങ്ങൾ നൽകാൻ ശ്രമിച്ചത്. പക്ഷേ രോഹിത് അതിനോട് അത്ര അനുകൂലമായല്ല പ്രതികരിച്ചത്. അദ്ദേഹം തിരിച്ച് കോഹ്ലിയോട് എന്തോ പറയുകയും ചെയ്തു. ഇരു കൈകളും നിർത്തി രോഹിത് പലതും പറഞ്ഞുകൊണ്ടിരിക്കവേ ജാളിതയുള്ള ഒരു ചിരിയുമായി കോഹ്ലി തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഓട്ടത്തിനിടെ ഒരു തംസ് അപ്പ് ആക്ഷൻ അദ്ദേഹം കാണിക്കുന്നതും വീഡിയോയിൽ കാണാം. കോഹ്ലിയുടെ ഉപദേശം രോഹിത്തിന് രസിച്ചിട്ടില്ല എന്നും ഇതിന് തിരിച്ച് അദ്ദേഹം നൽകിയ മറുപടിക്ക് ഉത്തരമില്ലാതെയാണ് കോഹ്ലി മടങ്ങിയതെന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. എന്തു തന്നെയായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ 2 താരങ്ങളുടെയും ആരാധകർക്കിടയിൽ വൈറലായി മാറിയിട്ടുണ്ട്. അവസാന ഏകദിനത്തിലെ ബാറ്റിംഗ് പ്രകടനം വിരാട് കോഹ്ലിക്ക് സന്തോഷിക്കാൻ വക നൽകുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് തീർച്ചയായും നിരാശയുണ്ടാകും. 52 റൺസ് നേടിയാണ് കോഹ്ലി ഈ മത്സരത്തിൽ ക്രീസ് വിട്ടത്. 55 പന്തുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 7 4ഉം 1 6ഉം ഉൾപ്പെട്ടിരുന്നു. 2ാം വിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലിനൊപ്പം കോഹ്ലിയുടെ സെഞ്ചുറി കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് ശക്തമായ അടിത്തറയിട്ടത്. എന്നാൽ തൊട്ട് മുൻപത്തെ ഏകദിനത്തിൽ കിഡിലൻ സെഞ്ചുറി നേടിയതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു രോഹിത് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയത്. പക്ഷെ വെറും 2 പന്തുകളുടെ ആയുസ് മാത്രമേ രോഹിത്തിനുണ്ടായിരുന്നുള്ളൂ. നേടിയതാകട്ടെ 1 റണ്ണ് മാത്രം. വിക്കറ്റ് കീപ്പർ ഫിൽ സോൾട്ട് പിടികൂടുകയായിരുന്നു രോഹിത്തിന്. അങ്ങനെ രോഹിത്തിന്റെ വിക്കറ്റും പോയി. എന്തായാലും ഇനി വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഈ 2 പേരെയും കാണാൻ സാധിക്കുക. അതിൽ അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.